പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ജൂൺ 13 വ്യാഴാഴ്ച വൈകുന്നേരം ഇന്ത്യൻ വ്യോമസേനയുടെ പ്രത്യേക വിമാനം കുവൈറ്റിൽ വന്നിറങ്ങുമ്പോൾ നമ്മുടെ ഹൃദയം പതിവിന് വിപരീതമായി പിടയ്ക്കുകയാണ്, വേദനയിൽ ജ്വലിക്കുകയാണ്. അതിൻ്റെ കാരണം അറിയാമല്ലോ. ഇന്ത്യക്കാരായ 46 പേരുടെ ബോഡി ഇതിൽ കൊണ്ടുപോകാൻ വേണ്ടിയാണ് കുവൈറ്റിൻ്റെ അമീർ പ്രത്യേക വിമാന സജ്ജീകരണവും മറ്റും ഒരുക്കാമെന്ന് പറഞ്ഞിട്ടും ഇന്ത്യ ആ ഒരു വലിയ പ്രതിബദ്ധത പൂർത്തീകരിക്കുന്നു എന്ന മട്ടിൽ പ്രത്യേക വ്യോമസേന വിമാനം കുവൈറ്റിലേക്ക് അയക്കുകയും അവിടെ നിന്ന് മൃതദേഹങ്ങൾ കൊണ്ടുപോവുകയുമാണ്. നമുക്കൊക്കെ നമ്മുടെ പതാക ധരിക്കുന്ന ഒരു വാഹനം വരുമ്പോൾ അഭിമാനമുണ്ടാകും. പക്ഷേ ഇതിൻ്റെ വേദന ചെറുതൊന്നുമല്ല. എങ്കിലും എടുത്തു പറയാതെ നിവൃത്തിയില്ല. വേണമെങ്കിൽ കുവൈറ്റിൽ നിന്ന് തന്നെ സൗകര്യങ്ങൾ ചെയ്യുമെന്നൊക്കെ അറിയിച്ചിട്ടും നമ്മുടെ രാജ്യം പ്രവാസികളെ സ്വീകരിക്കുന്നു, അവരുടെ മൃതദേഹങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ഏർപ്പാടാക്കുന്നു എന്നറിയുമ്പോൾ ആരൊക്കെയോ ചോദിക്കാനും പറയാനുമുണ്ട് എന്ന തോന്നലിലേക്ക് നമ്മൾ എത്തുകയാണ്. വേണമെങ്കിൽ എളുപ്പത്തിൽ അവിടെ നിന്ന് വിമാനം ഇങ്ങോട്ട് വരുമല്ലോ എന്ന് പറഞ്ഞൊഴിയാമായിരുന്ന സ്ഥാനത്താണ് ഇന്ത്യൻ വ്യോമസേന ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക ഓർഡർ പ്രകാരം ഇതാ ഒരു വിമാനം അയച്ചിട്ട് ഈ 46 പേരുടെയും മൃതദേഹങ്ങൾ നാട്ടിലേക്ക് എത്തിക്കാൻ വേണ്ട നടപടികൾ കൈക്കൊണ്ടത്. കുവൈറ്റിൽ കഴിയുന്ന 100-ലധികം രാജ്യക്കാർ ഇതൊരു സംസാര വിഷയമാക്കി എടുക്കുകയും ഇന്ത്യയെക്കുറിച്ച് ഒരു നല്ല അഭിപ്രായം പ്രകടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വരികയും ചെയ്തിരിക്കുന്നു എന്ന കാര്യം ദുബായ് വാർത്ത ഓർമ്മിപ്പിക്കട്ടെ. ഈ 46 പേരിൽ പകുതിയും മലയാളികളാണെന്ന് ഓർക്കണം. ഒരു മലയാളിയുടെ സ്ഥാപനമാണെന്ന് ഓർക്കണം. ഷോർട്ട് സർക്യൂട്ടാണ്, അതും പ്രത്യേകിച്ച് താഴത്തെ സെക്യൂരിറ്റി ഗാർഡിൻ്റെ റൂമിൽ നിന്ന് ഉയർന്ന ഷോർട്ട് സർക്യൂട്ടാണ് കാരണം എന്ന രൂപത്തിലാണ് ഇപ്പോൾ അന്വേഷണ റിപ്പോർട്ട് പ്രാഥമികമായി വന്നിരിക്കുന്നത്. ഇതുകൊണ്ട് എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ രാത്രി കിടക്കുന്നതിനടുത്ത് തന്നെ ഈ മൊബൈൽ ഫോൺ ചാർജിൽ വെച്ചിട്ട് അത് ഫുൾ ചാർജ് കയറിയാലും കയറിയില്ലെങ്കിലും നമുക്കതൊരു വിഷയമല്ല, നേരം പുലരുമ്പോൾ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ചാർജ് ഉണ്ടാകണം എന്ന മട്ടിൽ മറ്റൊന്നും ആലോചിക്കാതെ നമ്മൾ ചാർജ് ചെയ്തിട്ട് കിടക്കുന്നൊരു പരിപാടിയുണ്ട്. തൽക്കാലം പറ്റുമെങ്കിൽ പറ്റുന്നിടത്തോളം ആളുകൾ ആ പരിപാടി ഒന്ന് മാറ്റണം. അത്യാവശ്യം ചാർജ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ സാധാരണ രൂപത്തിലുള്ള ചാർജ് ചെയ്താൽ മതിയെന്ന് കരുതിയിട്ട് എല്ലാ മൊബൈൽ ഫോണുകളും ആധുനികോത്തരമായിരിക്കണമെന്നില്ല. അതുപോലും ഏതുപോലും വേണമെങ്കിലും പൊട്ടിത്തെറിക്കാമെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് ചാർജ് ചെയ്യുമ്പോൾ ഇലക്ട്രിക് ഉപകരണങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെയൊക്കെ പ്ലഗുമായിട്ടും ഇതിൻ്റെയൊക്കെ സോക്കറ്റുമായിട്ടും ഓരോരുത്തർ മുന്നോട്ട് പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധ വയ്ക്കണം. അവിടെ നിന്നാണ് തീ ഇങ്ങനെ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായിട്ട് പടർന്നത് എന്ന രൂപത്തിൽ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് വാർത്തകൾ. അതൊക്കെ ഇനി അവസാന റിപ്പോർട്ടുകളിലെ കൃത്യം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അറിയാൻ പറ്റും. എങ്കിലും സൂചിപ്പിക്കട്ടെ, അങ്ങനെയുള്ള പറ്റാവുന്ന ഒഴിവാക്കാവുന്ന കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി ഇത് പറയുന്ന ഞങ്ങളും ഇത് കേൾക്കുന്ന ബഹുമാനപ്പെട്ട പ്രേക്ഷകരും ശ്രദ്ധിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ആശ്വാസധനമായിട്ട് ഇപ്പോൾ കുവൈറ്റിലെ അമീർ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഭാഗത്തുനിന്ന്, രാജ്യത്തിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ ആശ്വാസധനം കൊടുത്തിട്ടുണ്ട്. നോർക്കയുടെ ഭാഗത്തുനിന്ന് നൽകിയിട്ടുണ്ട്. 8 ലക്ഷം, 5 ലക്ഷം, ഇങ്ങനെ MA യൂസഫലി 5 ലക്ഷം വീതം ഓഫർ ചെയ്തിട്ടുണ്ട്. രവി പിള്ളയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊക്കെ പല രൂപത്തിൽ പറഞ്ഞെങ്കിലും ഈ കുടുംബങ്ങൾക്ക് വന്നിരിക്കുന്ന നഷ്ടമെന്ന് പറയുന്നത് ഇങ്ങനെയൊന്നും നികത്താൻ പറ്റുന്നതല്ല. എങ്കിലും ആ കുടുംബത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങൾ കൂടെയുണ്ട് എന്ന് പറഞ്ഞ് പ്രവാസികളോടുള്ള ആ ഒരു അഭിനിവേശം കാണിക്കാൻ, താല്പര്യം കാണിക്കാൻ മുന്നോട്ട് വരുന്നുണ്ടല്ലോ എന്നതിൽ ചാരിതാർത്ഥ്യവുമുണ്ട്. തീപിടുത്തവുമായി ബന്ധപ്പെട്ട് എല്ലാവരും പ്രത്യേക ജാഗ്രത പാലിക്കേണ്ട ആഴ്ചകളാണ് ഇനി വരുന്നതെന്ന് മനസ്സിലാക്കണം. ഗൾഫ് രാജ്യങ്ങളിൽ മുഴുവനും ശക്തമായ ചൂടാണ്. ഒരു കാരണം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. എല്ലാ ബിൽഡിങ്ങിലും ഇതൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ തന്നെ ഇറങ്ങി ഓടാനുള്ള വഴിയെങ്കിലും ക്ലിയറാക്കിയിടാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കണം എന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ. കുവൈറ്റിലെ ഈ സംഭവ വികാസത്തിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ ഇപ്പോഴത്തെ ബലിപെരുന്നാൾ ആഘോഷം അത്ര കണ്ട് ആനന്ദമല്ലാതായി മാറിയിരിക്കുന്നു ഗൾഫ് മൊത്തത്തിൽ. കുവൈറ്റിൻ്റെ മാത്രമല്ല, എല്ലാവരും ഏറ്റെടുക്കുന്ന വിഷയമായിട്ട് മാറിയിട്ടില്ലേ. നാളെ 14-ാം തീയതി വെള്ളിയാഴ്ച കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും അവധിയാണ് എല്ലായിടത്തും. ശനിയാഴ്ച അറഫ ദിനമാണ്. നോമ്പെടുക്കേണ്ടുന്ന, ഐച്ഛികമായി നോമ്പെടുക്കേണ്ടുന്ന ദിവസമാണ്. ഇപ്പോഴത്തെ നോമ്പെന്ന് വെച്ചാൽ രാവിലെ 3:55 മുതൽ, ദുബായിലെ കാര്യമാണെങ്കിൽ 3:55 മുതൽ വൈകുന്നേരം 5:10 വരെ ആയിട്ടുള്ള 15 മണിക്കൂർ 15 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന നോമ്പാണ്. ചൂടാണ്. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തണം. കൂടുതൽ വെള്ളം കുടിക്കാൻ, അതിൻ്റെ തലേന്നാണെങ്കിലും നോമ്പ് തുറക്കുമ്പോഴാണെങ്കിലും വെള്ളം കുടിക്കാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ ഒരുപാട് നടത്തിയിരിക്കണം എന്ന കാര്യം കൂടി പ്രത്യേകിച്ച് ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. പെരുന്നാൾ അവധി പ്രമാണിച്ച് തന്നെ RTA ദുബായിൽ ഒരുക്കിയിരിക്കുന്ന സൗകര്യം ഇബിൻ ബത്തൂത്ത മോളിൽ നിന്ന് അബുദാബി സെൻട്രൽ ബസ് സ്റ്റേഷനിലേക്കും ഇബിൻ ബത്തൂത്തയിൽ നിന്ന് മുസ്തഫയിലേക്കുമുള്ള ബസ് സർവീസുകൾ എപ്പോഴുമുണ്ട്. ഈ തിരക്ക് കാരണം ആളുകൾ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും കാണാൻ വേണ്ടി ദുബായ് അബുദാബി ട്രിപ്പ് അടിക്കും. അപ്പോൾ ഈ തിരക്ക് കാരണം ഓൺലൈനിൽ ബുക്ക് ചെയ്യാം, സീറ്റുകൾ നേരത്തെ തന്നെ ബുക്ക് ചെയ്യാം.
RTA.ae സൈറ്റിൽ പോയാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. വൺ വേ ട്രിപ്പിന് 25 ദിർഹമാണ് ഇപ്പോൾ സൈറ്റിൽ കാണുന്നത്. ഏതായാലും നേരത്തെ ബുക്ക് ചെയ്യാൻ പറ്റും. ആ സർവീസ് നാളെ 14-ാം തീയതി വെള്ളിയാഴ്ച മുതൽ ആരംഭിക്കും എന്ന കാര്യവും RTA അറിയിച്ചിട്ടുണ്ട്. ദുബായ് വാർത്തയുടെ ജൂൺ 13 നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു. നന്ദി.